ഈ ക്രിസ്മസ് നമുക്ക് നല്ല അടിപൊളി സ്നോ ഉണ്ടാക്കിയല്ലോ. വെറും 15 രൂപയ്ക്ക്. ഇനി സ്നോ തപ്പേരും പുറത്ത് പോയിട്ട് അധികം പൈസ കളയണ്ട. 15 രൂപ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്നോ ഉണ്ടാക്കാട്ടോ. സംഭവം കണ്ടില്ല, നല്ല ഒറിജിനൽ സ്നോ പോലെ നിലത്ത് കിടക്കുമ്പോൾ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാമ്പേഴ്സ് ആണ്. അത് പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരെണ്ണടുത്ത് ഡെമോ കാണിക്കുന്നുണ്ട്. 29ൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയണ്ട. അപ്പോൾ പിള്ളേർക്ക് സന്തോഷം വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ഡൈപ്പർ കിട്ടും. അപ്പോൾ ഒരെണ്ണം ഞാൻ ഉപയോഗിച്ച് നോക്കി. ആദ്യം ട്രയൽ അടിക്കണം, നമുക്ക് ഉണ്ടാക്കാറില്ല സംഭവം. ഒരു വീഡിയോയിൽ കണ്ട പോലെ ഞാൻ ഉണ്ടാക്കി നോക്കി, പക്ഷേ അതത്ര എഫക്റ്റീവ് ആയില്ല. ആദ്യം ഡൈപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പൊളിച്ചെടുക്കുക. ഫുള്ള് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ നമ്മളിങ്ങനെ ചുരണ്ടി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കില്ലാട്ടാ. അപ്പോൾ ഈ സംഭവം നമുക്ക് സ്നോ ഉണ്ടാക്കാൻ ഈ വീഡിയോ കണ്ടാൽ എന്തായാലും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തരി പോലെ സംഭവങ്ങളിൽ അതൊക്കെ എടുത്ത് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ആക്കി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്നോ വരുന്നതാണ് ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അതുപോലെ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കി. ആദ്യം പിള്ളേരൊക്കെ വെച്ച് ഇതുപോലെ പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഡൈപ്പർ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു ഡൈപ്പർ നിന്ന് കിട്ടിയേക്കണം. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ നിറഞ്ഞു വരുന്നതാണ് അതിൽ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തുടങ്ങി. വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടാ സംഭവത്തിൽ ഒരു ചേഞ്ചും ഇല്ല. ഒരു പഞ്ഞിയിൽ വെള്ളം ഒഴിച്ച പോലെ തോന്നി. അപ്പോൾ ഈ വീഡിയോ കണ്ട ആരും ഡൈപ്പർ ഇതുപോലെ ചുരണ്ടി വേസ്റ്റ് ആക്കണ്ട. അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്താക്കണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആദ്യം കുറേ പേര് ഇങ്ങനെ ചെയ്യുമല്ലോ, അപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ ചെയ്താക്കണം. പിന്നെ അടുത്തൊരു ഡൈപ്പർ ഉണ്ടാകുന്നു. അതിൽ നമുക്ക് ശരിക്കും സ്നോ കിട്ടിയിട്ടാണ്. അതിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. തുറന്ന് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് നിറയണ വരെ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. സംഭവം ഇങ്ങനെ വീർത്ത് ചെറിയൊരു വെയിറ്റൊക്കെ തോന്നും നമുക്ക് കയ്യിൽ. വെള്ളം ലീക്കാവില്ല കേട്ടോ. അത് പിള്ളേർക്ക് ഇടുമ്പോൾ അറിയാമല്ലോ നമുക്ക് ലീക്കാവില്ല എന്ന്. എന്നാലും ഞാൻ വെറുതെ പൊക്കിയൊക്കെ നോക്കി ലീക്കാവുണ്ടോന്ന്. അത് ഫുള്ളാവണ വരെ ലീക്കൊന്നും ആവില്ല. സൈഡിൽ നിന്ന് വെള്ളം പോലും വരില്ല. സംഭവം നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം കിട്ടും നമുക്ക്. കൈക്കൊക്കെ ചെറുതായിട്ട് വെയിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് സ്നോ ഉണ്ടാക്കാൻ 1 മണിക്കൂർ അരമണിക്കൂറൊന്നും വേണ്ട. ജസ്റ്റ് ഇതിൽ വെള്ളം നിറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളി സ്നോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറേ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് ഈ വെയിറ്റൊക്കെ വന്ന് ഇതുപോലെ വീർത്ത് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്നോ ഇരിക്കണത്. അതെങ്ങനെയും നമ്മൾ പുറത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ കീറി മെല്ലെ എടുക്കുക. ആദ്യത്തെ പോലെ ഫ്ലോപ്പ് ആവുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ട, പൊളിച്ചപ്പോൾ വേണ്ട, നല്ല ഐസും കട്ട മഞ്ഞ് പോലെ ഒരു പനന്തൊങ്ങിൻ്റെ ഫീലൊക്കെ എനിക്ക് തോന്നിയാൽ. പിന്നെ ആ ലെയറും പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ അതിൽ നിന്ന് കുടഞ്ഞിടും വേണ്ട, നല്ല മഞ്ഞ്, സൂപ്പർ മഞ്ഞ്. പക്ഷെ തണവൊന്നുമില്ല കേട്ടാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് വെച്ചാൽ ചെറിയ പിള്ളേരുടെ കയ്യിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ എടുത്ത് തിന്നാൻ തോന്നും. നല്ല ശരിക്കുള്ള ഐസ് പോലെയല്ലേ. അപ്പോൾ അത് കുറച്ച് കെമിക്കലൊക്കെ ഉണ്ട്, ഡേഞ്ചറാണ്. അപ്പോൾ ചെറിയ പിള്ളേരെ നിന്ന് മാറ്റി നിർത്താം. ഇതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാമിയാനെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ ഇഷാനി അതിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അവൾക്ക് അറിയാൻ കളിക്കാൻ പാടില്ലെന്ന്, അതുകൊണ്ട് അതിൽ നിർത്തിയാണ്. സംഭവം ഇതുപോലെ ഉരുട്ടിയൊക്കെ എറിഞ്ഞ് കളിക്കാൻ പറ്റും, മോളിക്കൊക്കെ എറിഞ്ഞ് കളിക്കാൻ നല്ല രസമുണ്ട് മഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് വർക്കായി കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്തോളോ. അപ്പോൾ ഇഷാനി അവിടെ മഞ്ഞത്ത് കളി തുടങ്ങി. സംഭവം നിലത്ത് കിടക്കും വേണ്ട, ഒറിജിനൽ മഞ്ഞ് പോലെ കാണും. അപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്മസിന് ഇതുപോലെ മഞ്ഞ് സെറ്റ് ചെയ്യാം. അപ്പോൾ പിള്ളേർക്കും സന്തോഷമാവും, പിന്നെ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവും. പിന്നെ ഈ നിലത്ത് പോയി മഞ്ഞൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ അത് വെള്ളയിൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ശരി, അടുത്തോടെ കാണാം.